കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിപ്പാൻ ഇന്ന് പൽക്കാലം ദൈവം ഒരുക്കുന്ന എല്ലാ നല്ല സഹവാസനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. I thank the Lord for the privilege that He has given us to come together and worship Him this Sunday. Praise the Lord. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഹോശാന ഞായറാഴ്ചയായിട്ട് ലോകം മുഴുവനും ആരാധിക്കുകയും ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന സമയമാണ്. Today we know we have a special Sunday here because today is the day that many people celebrate Hosanna Sunday. Praise the Lord. Hallelujah. ഇതിനകത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 21:9. Matthew chapter 21 verse 9. Amen. And the multitudes who went before and those who followed cried out, saying, Hosanna to the Son of David. Blessed is he who comes in the name of the Lord. Hosanna in the highest. യേശു കർത്താവ് ഹല്ലേലൂയ യെരുശലേമിലേക്ക് പ്രവേശനം ചെയ്യുവാൻ വേണ്ടി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുവാൻ ഇടയായി തീർന്നു. ജനം മുഴുവനും ഹോശന്ന എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. Here the scene is that of Jesus entering into the city of Jerusalem on the back of a colt of a donkey, and all the population there acclaiming him as the son of David. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് പറഞ്ഞ് ജനങ്ങൾ വെറുതെ ഇരുന്നില്ല. എന്തെന്നറിയാമോ? ആർക്കുവാനിടയായി തീർന്നു. ഞായറാഴ്ച ആരാധന കടന്നു വന്നപ്പോൾ മൗനമായിരിക്കുവാനല്ല, ദിവസത്തിൽ ദൈവത്തെ ആർത്ത് സ്തുതിച്ച് ആരാധിപ്പാനിടയായി തീരണം. Today, as we are gathered here, we should be able to acclaim and worship the Lord just as the population of Jerusalem did, where they gave Hosanna to the Son of David and said, Blessed is he who comes in the name of the Lord. ഇത് പഴയ നിയമ പുസ്തകത്തിൻ്റെ ഒരു നിവൃത്തിയാണ്. സെഖര്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാൽ അവിടെ നമുക്ക് കാണുവാനിടയായി തീരും ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ പറ്റി. This is the fulfillment of an Old Testament promise where it's given in Zechariah chapter 9 verse 9 that this would happen. എടുത്തിട്ടുണ്ട്. Rejoice greatly, O daughter of Zion. Shout, O daughter of Jerusalem. Behold, your king is coming to you. He is just and having salvation, lowly and riding on a donkey, a colt, the foal of a donkey. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശു ജനിക്കുന്നതിന് മുൻപ് ഒരു പ്രവചന ശബ്ദമായി വിളിച്ചു പറഞ്ഞൊരു വാക്കാണ് സിയോൻ പുത്രിയെ എന്ത് ചെയ്യണം? ഉച്ചത്തിൽ ഘോഷിക്കുക എന്നുള്ളത്. Here we have read from an Old Testament promise made centuries before the birth of Christ, where it said, Rejoice greatly, O daughter of Zion. സിയോൻ പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുവാനിടയായി തീരുന്നു. Shout, O daughter of Jerusalem, behold, your king is coming to you. ഈ പ്രവചന ശബ്ദങ്ങൾ പഴയ നിയമത്തിൽ പറഞ്ഞുവെങ്കിലും യഹൂദന്മാർക്ക് അത് മനസ്സിലായില്ല. അവരുടെ അടുക്കിലേക്ക് എന്താണ്? യേശു രാജാവായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുവാനിടയായി തീർന്നു. Even though the Jews had heard this prophecy, they did not understand the true meaning of it, but it was fulfilled when Jesus came to them on a donkey. എന്നാൽ കൃപയാൽ ജാതികളായ നമ്മൾ ഓരോരുത്തരെയും ഹല്ലേലൂയ കാട്ടൊലുവായിരുന്ന നമ്മൾ ഓരോരുത്തരെയും ആ നല്ല ഒലുവിനോട് ക്രിസ്തുവിനോട് ചേർന്ന് ഒട്ടിക്കുവാനിടയാക്കി തീർത്തു. But purely by the grace of God, we who are Gentiles, we who are considered wild olives, have been grafted on to the tree that is Christ. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ എങ്ങനെയാണ്? നീതിമാനായി ജയശാലിയായി താഴ്മയോടെ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുവാനിടയായി തീരുന്നു. Here we are told that our king is coming to us, and he is just, and he has salvation, and he has lowliness, and he comes to us with humility. Praise the Lord. Hallelujah. ജാതിയായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനികൾ ഹല്ലേലൂയ വർഷത്തിൽ ഒരിക്കൽ കുരുത്തോലയുമായി ഹല്ലേലൂയ പോകാത്ത ആൾക്കാരൊക്കെ ചർച്ചിലേക്ക് പോകുവാനിടയായി തീരും. അങ്ങനെയല്ല, എല്ലാ സൺഡേയിലും കടന്നുപോയി നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് ആരാധിക്കുന്നത് ദൈവം നമ്മുടെ ബലമായി തീരുവാനിടയായി തീരും. And many people, many nominal churches celebrate this on Hosanna Sunday, but it should not be just a yearly occasion, but rather we should celebrate it whenever we gather to worship. ഹല്ലേലൂയ. ഹോശാന ഞായറാഴ്ച മാത്രം യേശു കർത്താവ് കടന്നു വരുന്ന ഒരു ദൈവമല്ല. എല്ലാ ദിവസവും മുഴങ്കാൽ മടക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞായറാഴ്ച ആരാധന കടന്നു വരുമ്പോൾ നമ്മുടെ മധ്യയെ കടന്നു വരുന്ന ദൈവത്തെയാണ് നമ്മൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. Jesus does not come to us just on the Hosanna Sunday, but rather he is a God who comes to us whenever we are gathered to worship him. പല ദൈവങ്ങളെയും കാണുവാൻ അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് കടന്നു പോകണം. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 3 പേരുടെ നാമത്തിൽ കൂടിയാൽ അവരുടെ മധ്യേ ഇറങ്ങി വരുന്ന കർത്താവാണ്
നമ്മുടെ ദൈവം. Many a times we need to go to the so-called gods so that they will listen to us, but we worship a God who comes to us whenever 2 or 3 are gathered in His name. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ സർവ്വശക്തിയാണ് ഉള്ള ദൈവമാണ്, സർവ്വവ്യാപിയായുള്ള ദൈവമാണ്. ഒരിടത്ത് ഒതുക്കി വെക്കുവാൻ നമ്മുടെ ദൈവത്തെ പറ്റത്തില്ല. ഹല്ലേലൂയ, നമ്മുടെ ദൈവം എല്ലായിടും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. But we worship a God who is almighty. We worship a God who is omnipresent, and He cannot be contained into just one location, but rather He is present everywhere. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. 97-ാം സങ്കീർത്തനമാണ് വായിക്കുവാനിടയായി തീർന്നത്. നീതിമാനായ ദൈവത്തിന്റെ അധികാരത്തെ പറ്റിയാണ് 97-ാം സങ്കീർത്തനത്തിൽ കാണുവാനിടയായി തീരുന്നത്. Now let us return to the psalm that we've just read, which is Psalm 97. Here we listen to the authority of the God we worship. ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു, നമുക്ക് വായിക്കാം. Let's go to verse 1, please. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ചാനന്ദിക്കട്ടെ, ബഹുദ്വീപുകളും സന്തോഷിക്കട്ടെ. The Lord reigns, let the earth rejoice, let the multitude of isles be glad. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവ വാഴുന്നു. ഇന്ന് മധ്യേ ദൈവമാണ് നമ്മുടെ മധ്യേ വാഴുന്നത്. ഹല്ലേലൂയ. എത്ര പേര് ദൈവത്തിൽ വിശ്വസിക്കുന്നു? നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മധ്യയിൽ വാഴുന്നത്, നമ്മുടെ കുടുംബത്തിൽ വാഴുന്നത് യഹോവയായ കർത്താവാണ്. Today we read that the Lord reigns. The Lord reigns over us, and we should examine ourselves if the Lord reigns over our personal lives and our families. ഹല്ലേലൂയ. അങ്ങനെ ദൈവം വാഴുന്നുവെങ്കിൽ അടുത്ത വായിക്കുന്നത് ഘോഷിച്ച് ആനന്ദിക്കുവാനിടയായി തീരണം. And if the Lord does reign in our lives, then the earth should rejoice. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും നിരാശകളും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഞായറാഴ്ച ആരാധന കടന്നു വരുമ്പോൾ ദൈവസ്ഥനിലെ സന്തോഷം, ബലം, ഹല്ലേലൂയ, ഘോഷിച്ച് ആനന്ദിപ്പാനിടയായി തീരണം. You might be going through trials, tribulations and sorrows in your personal life, but when you are gathered here to worship the Lord, we should be able to put that to one side and rejoice in the presence of the Lord. നമ്മൾ മാത്രമല്ല, ഭൂമിയും ബഹുദ്വീപുകളും സന്തോഷിക്കുവാനിടയായി തീരും. And when we do that, it's not just us who rejoice, but the earth in its entirety rejoices, and the multitude of isles rejoice. ഭൂമിയും ദ്വീപിനെയും സസ്യചരാചരങ്ങളെയും ദൈവം വാക്കിനാൽ നിർമ്മിക്കപ്പെട്ടപ്പോൾ മനുഷ്യനെ എങ്ങനെയല്ല, ദൈവത്തിന്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് നമ്മൾ ഓരോരുത്തരെയും. The Lord created the earth and all the flora and fauna in it with His word, but the human beings He created with His own hands. അതുകൊണ്ട് നമ്മൾ മൗനമായിരിക്കുവാനല്ല, ഞായറാഴ്ച കടന്നു വന്നപ്പോൾ ഹൃദയത്തിന്റെ ആഴങ്ങൾ ദൈവത്തിനെ സ്തുതിക്കുവാനും ആരാധിപ്പാനും ഇടയായി തീരണം. So when we come into His presence, we should not remain silent, but rather we must praise and worship the Lord and rejoice. അതിന്റെ മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's go to verse 3. തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ള അവന്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. A fire goes before him and burns up his enemies round about. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പനേരം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന തീയെ പറ്റിയാണ്. Now let us examine the concept of fire in the Bible. ഇവിടെ വായിക്കുന്നത് തീ അവന് മുൻപായി കടന്നു പോകുന്നു, അവന്റെ ചുറ്റുമുള്ള വൈരികളെ ദഹിപ്പിക്കുന്നു. Here we read, a fire goes before him and burns up his enemies round about. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് കടന്നു പോകുമ്പോൾ, നമ്മുടെ മുൻപായി കടന്നു പോകുമ്പോൾ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ മുൻപിലുള്ള അനേക വൈരികളുണ്ട്. നമ്മുടെ ബന്ധക്കാരോ ചാർച്ചക്കാരോ വിശ്വാസികളല്ലോ വൈരികൾ, അന്ധകാര ശക്തികൾ, പിശാചുകൾ. ഹല്ലേലൂയ. നമ്മളറിയാതെ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന അനേക ശക്തികളുണ്ട്. അതിനെ ദഹിപ്പിക്കുവാൻ തീ നമുക്ക് മുന്നായിട്ട് കടന്നു പോകുവാനിടയായിത്തീരും. As the Lord passes before us, His fire will burn up all the enemies around us. And when we talk about enemies, it is not our friends and relatives and people who hate us who are considered enemies, but rather the forces of darkness and the devilish spirits that try to attack us are considered the enemies. തീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തീ ഹല്ലേലൂയ വീണ് കഴിഞ്ഞാൽ അറിയാമോ, അവിടെ ഉള്ളതൊക്കെയും ദഹിച്ചു പോകുവാനിടയായിത്തീരും, കത്തിപ്പോകുവാനിടയായിത്തീരും, ചാമ്പലായിത്തീരും. If you look at fire, when it falls into one place, it is not inactive, but rather it burns up everything around it. ആ തീയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ചാണ് അത് ഹല്ലേലൂയ ഇടയായിത്തീരും. നമ്മൾ കുക്കിങ്ങിനൊക്കെ ഗ്യാസിൽ കൂടെ തീ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ മിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് അനുഗ്രഹമായി തീരും. The result of a fire depends on how you use it. When we use fire for cooking, then it turns into a blessing. ഹല്ലേലൂയ. വേഗാതിരിക്കുന്നതിനെ വേവിക്കുവാൻ വേണ്ടി എന്നറിയാമോ തീ കൊടുക്കാറുണ്ട്. You set fire to something that we need cooked or roasted. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടാതെ അല്ലെങ്കിൽ വേവാതിരിക്കുന്ന, ദൈവത്തിന് പ്രയോജനപ്പെടാതിരിക്കുന്ന ഏതെങ്കിലും മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുന്ന തീയ് ഇറങ്ങി വരുമ്പോൾ കഴിക്കേണ്ടതിനെ കഴിച്ച് ശുദ്ധീകരിച്ച് വേവേണ്ടതിനെ വേവുവാനിടയായിത്തീരും. If there is anything impure in our lives, if you will subject that aspect of your life to the fire of the Lord, then His fire is able to purify
that aspect of your life. മൂന്നാമത് തീ ഉപയോഗിക്കുന്നത് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അല്ല, സ്വർണ്ണം ഒരു തട്ടാൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ തീയിലൂടെ കടത്തി വിട്ടിട്ട് അതിനെ ശുദ്ധീകരിക്കുവാനിടയായിത്തീരും. Thirdly, a fire is used to purify, and when a goldsmith uses fire, he uses it to purify the gold before fashioning it into something useful. ഹല്ലേലൂയ. തീയിലൂടെ കടത്തിവിടുമ്പോൾ അതിനെ ശുദ്ധീകരിച്ച് വേണ്ടാത്ത പല കാര്യങ്ങളെയും അതിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീരും. And as the goldsmith uses fire, he removes the dross from the gold. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് തീ അവന് മുൻപായി പുറപ്പെടുവാനിടയായിത്തീരും, ചുറ്റുമുള്ള വൈരികളെ ദഹിപ്പിക്കുവാനിടയായിത്തീരും. Here the psalmist says, a fire goes before him and burns up his enemies round about. നമ്മുടെ വായിൽ നിന്ന് തീ പോലുള്ള വാക്കുകൾ കടന്നു വന്നിട്ട് നമ്മൾ മറ്റുള്ളവരെ ദഹിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിന് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ വൈരികളെ ദൈവമായ കർത്താവ് തന്നെ എന്ത് ചെയ്യാമോ ദഹിപ്പിക്കുവാനിടയായിത്തീരും. If there is something bothering you today, you should not be using fiery words to wound and hurt others, but rather you should pray to God and his fire will help you. ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. Let's go to Leviticus chapter 9 verse 22, please. പിന്നെ അഹരോൻ ജനത്തിന് നേരെ കൈ ഉയർത്തി അവരെ ആശീർവദിച്ചു. പാപയാഗവും ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്നു ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. Then Aaron lifted his hand toward the people, blessed them, and came down from offering the sin offering, the burnt offering, and peace offerings. And Moses and Aaron went into the tabernacle of meeting and came out and blessed the people. Then the glory of the Lord appeared to all the people, and fire came out from before the Lord and consumed the burnt offering and the fat on the altar. When all the people saw it, they shouted and fell on their faces. നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ രണ്ട് വിധത്തിലുള്ള തീയെ കാണുവാനിടയായിത്തീരും. ഒന്ന് ലോകത്തിലുള്ള തീ. പണ്ടത്തെ കാലത്ത് ഹല്ലേലൂയ തീപ്പെട്ടിയോ ഗ്യാസോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് രണ്ട് കല്ലുകൾ കൂട്ടി ഉരച്ച് ഒക്കെയാണ് തീ കത്തിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ലോകപ്രകാരമുള്ള തീയെ കാണുവാനിടയായിത്തീരും. രണ്ടാമത്തെ തീ കാണുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ച പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തീയാണ്. When you live in this world, you will encounter two types of fire. One is the worldly fire, which you might create by rubbing two flint stones together. But then the second type of fire that you will see is the heavenly fire. ഹല്ലേലൂയ. ലോകത്തിലെ തീ അല്പം കഴിയുമ്പോൾ കെട്ടുപോകും. നമുക്കറിയാം കാടുകളൊക്കെ കത്താറുണ്ട്. ഹല്ലേലൂയ. അത് കുറച്ച് കഴിയുമ്പോൾ കെട്ടുപോകാറുണ്ട്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തീ ഉണ്ടല്ലോ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടല്ലോ, അത് 1-2 ദിവസമല്ല നമ്മുടെ മരണം വരെ കൊണ്ടുപോകാൻ ശക്തമായതാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ തീ എന്ന് പറയുന്നത്. The worldly fire that you see around you will one day burn out. You can see many bush fires which will burn out after a while. But the heavenly fire that comes down through the Holy Spirit will sustain you till the day of your death. ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ മേൽ കത്തണമെങ്കിൽ എന്ത് കാണുന്ന അറിയാമോ? ഇവിടെ വായിച്ചത് അഹരോൻ ജനത്തിന് നേരെ കൈ നീട്ടി ഉയർത്തി അവരെ ആശീർവദിക്കുവാനിടയായി തീർന്നു. അടുത്ത വാക്യം, പാപയാഗവും ഹല്ലേലൂയ ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചതിന് ശേഷം ഇറങ്ങി വന്നതിന് ശേഷമാണ് തീ കത്തിയത്. ആരാധന കടന്നു ദൈവമക്കോട്ടേക്ക് ഓർപ്പിക്കുവാനുള്ളത് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ ആ സ്വർഗീയ തീ നമ്മുടെ മധ്യേ ഇറങ്ങി വരത്തുള്ളൂ. So how can we make sure that the fire of the Holy Spirit will come down on us? Here if we look at this verse, we can see that the fire came down on them after Aaron had submitted the sin offering, the burnt offering, and the peace offering. So we must be reconciled to God, and then the fire of the Holy Spirit will come down on you. പാപയാഗമൊക്കെ അർപ്പിച്ചതിന് ശേഷം അവർ വെളിയിൽ ഇറങ്ങി വന്നതിന് ശേഷം അറിയാമോ, യഹോവയുടെ തേജസ് അവിടത്തേക്ക് പ്രത്യക്ഷമായി. യഹോവയുടെ തീ ദൈവസന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് യാഗപീഠത്തിലുള്ള ഹോമയാഗവും മേജസ്സും ദഹിപ്പിക്കുവാനിടയായി തീർന്നു. Here, as they submitted their sin offerings, then the glory of the Lord appeared to them, and then they were able to see the heavenly fire. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ ആ സ്വർഗത്തിൽ നിന്നുള്ള തീ ഇന്ന് പൽക്കാലം എൻ്റെ മധ്യേ അയച്ച് എൻ്റെ ജീവിതത്തിൽ ദഹിക്കേണ്ട ഓരോ കാര്യങ്ങളെയും ദഹിപ്പിക്കുവാനിടയാക്കണമേ. നമ്മൾ ചിന്തിക്കുന്ന നമുക്ക് കൊള്ളാവുന്ന പല കാര്യങ്ങളും നമ്മുടെ വായിൽ കൂടോ ഹല്ലേലൂയ നമ്മുടെ നോട്ടത്തിലോ കണ്ടേക്കാം. എന്നാൽ ദൈവസ്ഥലിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത ഓരോന്നിനെ ദഹിപ്പിച്ച് ദൈവത്തിന് ഇഷ്ടമുള്ള അനുഗ്രഹമുള്ള നല്ലൊരു പാത്രമായി നമ്മളെ രൂപാന്തരപ്പെടുത്തുവാനിടയാക്കി തീർക്കും. Today, if you will pray to the Lord, and if
if you will reconcile with him, then he is capable of bringing down the heavenly fire on you and consuming away everything that is against his will and make you into an honorable vessel. ഹല്ലേലൂയ. എല്ലാവരും ജനമെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? യഹോവയുടെ സന്നിധിയിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ആ തീ ഇറങ്ങി വന്നതിന് ശേഷം എന്തറിയാമോ? യാഗപീഠത്തിലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിക്കുവാനിടയായി തീർന്നു. യഹോവയുടെ തീ ഇറങ്ങി വന്ന് ജനങ്ങളെ ദഹിപ്പിച്ചെന്നല്ല അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ, സമർപ്പിച്ചിരിക്കുന്ന പാപയാഗത്തിനു വേണ്ടി ജനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഹല്ലേലൂയ മൃഗത്തെ അറുത്ത് തോലൊക്കെ ഉരിച്ച് ഹല്ലേലൂയ സ്തോത്രം വെച്ചിരിക്കുന്ന അതിനുമേൽ യഹോവയുടെ തീ ഇറങ്ങി വന്ന് ദഹിക്കുവാനിടയായി തീർന്നു. And here, as the children of Israel offered their sin offerings and burnt offerings and peace offerings, the Lord's fire came down from his presence and burned up and consumed the burnt offering and the fat on the altar. ഇവിടെ വായിക്കുന്ന ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്തു വിളിച്ച് സാഷ്ടാംഗം വീണ് ദൈവത്തെ സ്തുതിക്കുവാനിടയായി. ഇന്ന് ഞായറാഴ്ച കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീരണം. And as the people saw it, they fell on their faces and they shouted. So as we worship the Lord, we should be able to worship him with shouting and rejoicing. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷമായി. അവൻ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നത് ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയാ എന്ന് കൽപ്പിച്ചു. Now Moses was tending the flock of Jethro, his father-in-law, the priest of Midian. And he led the flock to the back of the desert and came to Horeb, the mountain of God. And the angel of the Lord appeared to him in a flame of fire from the midst of a bush. So he looked, and behold, the bush was burning with fire, but the bush was not consumed. Then Moses said, I will now turn aside and see this great sight, why the bush does not burn. So when the Lord saw that he turned aside to look, God called to him from the midst of the bush and said, Moses, Moses. And he said, Here I am. Then he said, Do not draw near this place. Take your sandals off your feet, for the place where you stand is holy ground. ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് മോശ, ഹല്ലേലൂയ സ്തോത്രം, മിദ്യാനയിലെ പുരോഹിതനായിരുന്ന അമ്മായിപ്പൻ്റെ യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഇവിടെ എന്നറിയാമോ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ ചെല്ലുവാനിടയായി തീർന്നു. മോശയുടെ വീട്ടിലിരുന്നപ്പോഴല്ല, ഹോരേബ് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് ചെന്ന് കഴിഞ്ഞപ്പോൾ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനിടയായി തീർന്നു. Here we see Moses tending to the flocks of sheep belonging to Jethro, his father-in-law, the priest of Midian, and he took the flock to the mountain of God, which is Horeb, and there he had an encounter with God. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്ന ഇടത്തല്ല, ദൈവം കൽപ്പിച്ചാക്കിയ സ്ഥലത്ത് എന്നെങ്കിലും മാത്രമേ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ പറ്റത്തുള്ളൂ. We might not encounter God where we are, but rather might face him only at the appointed place. ഇവിടെ വായിക്കുന്നത് അവിടെ യഹോവയുടെ ദൂതന് മുൾപ്പടർപ്പിന് നടുവിൽ നിൽക്കുന്നതും അഗ്നിജാല അവന് പ്രത്യക്ഷനാകുവാനും ഇടയായി തീർന്നു. And at that place he saw the angel of the Lord appear to him in a flame of fire in the midst of a bush. ഹല്ലേലൂയ. മോശ അനേകം പ്രാവശ്യം അനേക മലകളിലൊക്കെ കടന്നുപോയി ആടുകളെ തീറ്റിയിട്ടുണ്ട്. എന്നാൽ അവിടെയും കാണാത്തൊരു പ്രത്യേകത ഇവിടെ കാണുവാനിടയായി തീർന്നു. അവൻ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീ പിടിക്കുന്നതും ഹല്ലേലൂയ വെന്തു പോകാതിരിക്കുന്നതും കാണുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ അനേക തീകൾ, അനേക വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ വീണിട്ടുണ്ടെങ്കിലും ഇന്ന് വരെയും വെന്തു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. And in this fire, Moses saw something that he had not encountered till that day, which was that the bush was burning, but yet it was not consumed or burned up. And it is because of the fire of the Lord that even as we go through many difficult circumstances, that we are not consumed. ഹല്ലേലൂയ. പല കാഴ്ചകളും കണ്ടതിന് ശേഷം മോശ എന്നറിയാമോ അതിനോട് അടുത്ത് ചെല്ലുവാനിടയായി തീർന്നു. അടുത്ത് ചെന്നപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. മോശേ മോശേ എന്ന് വിളിക്കുന്ന ശബ്ദം. And as Moses approached the burning bush to examine what it was, he heard a voice calling out to him, Moses, Moses. ഹല്ലേലൂയ. ഈ വചനത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവസന്നിധി വിട്ട് ദൂരേക്ക് പോകുവാനല്ല, ദൈവസന്നിധിയോട് അടുത്ത് വരുമ്പോൾ ആ ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ചെവിയിൽ കേൾക്കുവാനിടയായി തീരും. നമ്മുടെ ഓരോരുത്തരെയും ഓമന പേര് ചൊല്ലി ദൈവം വിളിക്കുവാനിടയായി തീരും.
And this passage reminds us that as we come close to God, He will not turn away from us, but rather He will call us by our loving and pet names. Praise the Lord. എവിടെയാണെന്നറിയാമോ? മുൾപടർപ്പിന്റെ തീയുടെ നടുക്കിൽ നിന്നുകൊണ്ടാണ് ദൈവം മോശയെ വിളിക്കുവാനിടയായി തീർന്നത്. Here the Lord calls out to Moses from the midst of a burning fire. ഹല്ലേലൂയ. അതിന് പറയുന്നത് അടിയൻ ഇതാ. ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് മനസ്സിലായി, ഹല്ലേലൂയ, ഇത് മറ്റാരുടെ ശബ്ദമല്ല, ഇത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. രാത്രിയിൽ കിടക്കുമ്പോൾ ഹല്ലേലൂയ, ശരിയായ നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കാറുണ്ട്, നമ്മോട് ഇടപെടാറുണ്ട്. ഇന്ന് പൽക്കാലം ദൈവ ശബ്ദം നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. And as Moses heard the voice of the Lord, he submitted himself and said, "Here I am, Lord." And if the Lord speaks to you by calling out to you at night, then you must respond to him in submission. Praise the Lord. ആ സമയത്ത് പറയുന്നിടയ്ക്കുന്നു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയായാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. ദൈവസ്ഥലിൽ കടന്നു വരുമ്പോൾ വിശുദ്ധിയില്ലാതെ, വേർപാടില്ലാതെ ദൈവത്തെ ആരാധിക്കുവാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിൽ അന്യായ തീയാണ് ഇറങ്ങുവാനിടയായി തീരുന്നത്. ദൈവസ്ഥലിൽ വിശുദ്ധിയോടെ, വേർപാടോടെ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ആ സ്വർഗത്തിലെ തീ ഇറങ്ങുവാനിടയായി തീരും. And Moses is instructed to take the sandals off his feet as he is standing on holy ground. So when we approach the Lord, we must approach him in purity and holiness, and only then will we see the true fire. Otherwise, we will see the unholy fire coming down to consume us. അവിടെ വെച്ചാണ് ദൈവം മോശയോട് പറയുന്നത്, എൻ്റെ ജനമായ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൻ്റെ അടിമത്തിൽ നിന്ന് വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള വലിയൊരു ദൗത്യം ദൈവം ഏൽപ്പിക്കുവാനിടയായി തീർന്നത്. എപ്പോഴും ദൈവസ്ഥലിൽ നമ്മൾ താഴുന്നുണ്ടോ, ദൈവത്തോട് അടുത്ത് വരുന്നുണ്ടോ, ആ സമയത്ത് ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനും ഇടപെടുവാനുമുണ്ട്. And it is at this burning bush from the midst of the holy fire that Moses is given a new tasking, which is to lead the children of Israel from the land of Egypt to the promised land of Canaan. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20 വാക്യങ്ങൾ വായിക്കാം. അവൻ തൻ്റെ സൈന്യത്തിലെ മഹാബലവാന്മാരായ ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ച് കളഞ്ഞു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല, 4-മത്തവൻ്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചൂളയുടെ വാതിക്കൽ അടുത്ത് ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവെ പുറത്തു വരുവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ നിന്ന് പുറത്തു വന്നു. Then these men were bound in their coats, their trousers, their turbans, and their other garments, and were cast into the midst of the burning fiery furnace. Therefore, because the king's command was urgent, and the furnace exceedingly hot, the flame of the fire killed those men who took up Shadrach, Meshach, and Abednego. And these 3 men, Shadrach, Meshach, and Abednego, fell down bound into the midst of the burning fiery furnace. Then King Nebuchadnezzar was astonished, and he rose in haste and spoke, saying to his counselors, "Did we not cast 3 men bound into the midst of the fire?" They answered and said to the king, "True, O king." "Look," he answered, "I see 4 men loose, walking in the midst of the fire, and they are not hurt, and the form of the 4th is like the Son of God." Then Nebuchadnezzar went near the mouth of the burning fiery furnace and spoke, saying, "Shadrach, Meshach, and Abednego, servants of the Most High God, come out and come here." Then Shadrach, Meshach, and Abednego came from the midst of the fire. ആമേൻ. ഈ അധ്യായങ്ങളിൽ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയുവാനിടയായി തീരും. ചന്ദ്രക്കും മേശക്ക് അബേദ്നെഗോവും എന്നുള്ള ഹല്ലേലൂയ യഹൂദ ബാലന്മാർ ഹല്ലേലൂയ രാജാവിൻ്റെ സ്ഥലത്തിൽ രാജാവ് നിർത്തുന്ന ബിംബത്തെ ആരാധിക്കുകയോ സ്തുതിക്കുകയോ ചെയ്യാതെ മാറി നിന്നപ്പോഴെന്നറിയാമോ അവരെ തീച്ചൂളയിലേക്ക് ഇടുവാനിടയായി തീർന്നു. As we read this passage, we can remind ourselves of how 3 Jewish young men, Shadrach, Meshach, and Abednego, were subjected to being thrown into a burning fiery furnace because they refused to bow down to the idol that King Nebuchadnezzar had set up. ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ കൊണ്ടുപോയ ആൾക്കാരെന്നറിയാമോ ബലമാര് ശക്തിയുള്ളവരായിരുന്നു. അവരൊക്കെ എന്നറിയാമോ തീയുടെ അടുക്കെ കടന്നു വന്നപ്പോൾ അവർ ദഹിച്ചു പോകുവാനിടയായി തീർന്നു.
The men who are executing this punishment were valiant and powerful men, but they perished in the fire that was meant for these 3 men. എന്നാൽ നെബൂഖദ്നേസർ രാജാവ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ 3 പേരെയാണ് തീയിലേക്ക് ഇട്ടത്. എന്നാൽ 4മതൊരു വ്യക്തി അവരുടെ നടക്കുന്നത് കാണുവാനിടയായി. But as King Nebuchadnezzar looked on, he saw that even though he had punished 3 young men, he saw a 4th one in the midst of the burning fire. രാജാവ് ഇതിനു മുൻപ് അനേകം പേരെ കുറ്റം ചെയ്യുന്ന ആൾക്കാരെ തീയിലിട്ട് കൊല്ലാറുണ്ട്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, അവരൊക്കെ തീ കൊണ്ട് ദഹിച്ചു പോയിട്ടേ ഉള്ളൂ. എന്നാൽ ഇവിടെ കാണുവാനിടയായി തീർന്നത് ദൈവദാസന്മാരായ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്ന ദൈവമക്കളെ തീയിലേക്ക് ഇട്ടപ്പോൾ ഹല്ലേലൂയ ഒരാളുടെ അവിടെ ഇറങ്ങി വരുവാനിടയായി. രാജാവ് നോക്കിയപ്പോൾ അവൻ്റെ മുഖം എന്നറിയാമോ, ദൈവദൂതൻ്റെ മുഖം പോലെ കാണുവാനിടയായി തീർന്നു. King Nebuchadnezzar might have subjected many people to such punishments, and he had seen them burn up in the fiery furnace. But when he subjected these 3 men to that same punishment, he saw a 4th person walking in the midst of the fire, and he himself commented that the look of the 4th person looked that of an angel of the Lord. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്കുകളൊക്കെ കാണുവാനിടയായി തീർന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം അറിയുന്നുണ്ട്. തീച്ചൂളയ്ക്ക് സമമാകുന്ന പ്രശ്നങ്ങൾ പ്രതികൂലം കടന്നു വരുമ്പോൾ ദൈവം നമ്മളെ ഒറ്റയ്ക്ക് അതിലേക്ക് തള്ളിവിടത്തില്ല. നമുക്ക് മുൻപായി ആ തീച്ചൂളയുടെ അകത്തേക്ക് ഇറങ്ങി വന്ന് തീയുടെ ബലത്തെ കെടുത്തിയിട്ട് നമ്മോടൊപ്പം നടക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. Today, if you are going through trials and tribulations in your life, which might seem like a burning fiery furnace to you, you are worshiping. I want to remind you that you're worshiping a Lord who will not leave you alone, and He will come down into the midst of the fiery furnace, even as you are going through it, and lead you to safety. 26-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാനിടയായി തീരും. രാജാവ് തീയുടെ വാതിക്കൽ കടന്നു വന്നിട്ട് പറയുകയാണ്, അത്യുന്നതൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. തീ ചൂടിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ നോക്കി പരിഹസിക്കാറല്ല, പ്രസംഗിക്കാറല്ല. അവർ പറയുന്നറിയാമോ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം എന്ന് പറയുവാനിടയായി തീരും. And in verse 26 we can see the king going to these 3 young men and calling out to them as the servants of the Most High God. So when you are going through such trials and tribulations, do not be worried when other people speak ill of you, but rather you will see the glory of God. പ്രൈസ് ദി ലോർഡ്. അവരെ ബന്ധിച്ചാണ്, കൈയും കാലൊക്കെ ബന്ധിച്ചാണ് അകത്തിട്ടത്. ഈ തീക്ക് എന്ത് ചെയ്യുന്നറിയാമോ, അവരെ ബന്ധനങ്ങളെ അറുത്ത് കളയുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഹല്ലേലൂയ. അവരുടെ ദേഹത്തിലെ ശരീരത്തിലെ ഹല്ലേലൂയ സ്തോത്ര വസ്ത്രങ്ങളെ തൊടുവാൻ പോലും കഴിഞ്ഞില്ല. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. And these 3 men had been thrown into the fiery furnace completely bound, but the only thing that the fire was about to do was to loosen the bounds, and it did not even affect their clothing. So if you're going through these problems, it will not affect you as long as the Lord is with you. ആമേൻ. നമ്മൾ ആരാധിക്കുകയും നമ്മൾ സ്തുതിക്കുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ആരെങ്കിലും കഷ്ടത്തിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തള്ളിവിടത്തില്ല. അതിന് മധ്യത്തിൽ ഇറങ്ങി വന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്ന, നമുക്ക് ബലവും ധൈര്യവും പകരുന്ന, ഹല്ലേലൂയ, മുന്നോട്ട് പോകുവാനുള്ള പ്രത്യാശ നൽകുന്ന ഒരു ദൈവത്തെയാണ് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. Today, if you are going through such difficulties and trials and tribulations, you are worshiping a God who will not leave you alone, but rather will give you the strength and will be with you as you go through this. എബ്രായരുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു സിംഹങ്ങളുടെ വായടച്ചു ബലം കെടുത്തു വാളിൻ്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. Who through faith subdued kingdoms, worked righteousness, obtained promises, stopped the mouths of lions, quenched the violence of fire, escaped the edge of the sword, out of weakness were made strong, became valiant in battle, turned to flight the armies of the aliens. ഹല്ലേലൂയ. പൗലോസ് എബ്രായ ലേഖനം എഴുതുമ്പോൾ വലിയൊരു കാര്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. എന്നറിയാമോ, വിശ്വാസത്താൽ രാജ്യങ്ങളെ അവർ അടക്കുവാനിടയായി. ഇന്ന് പലകാലം വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനിടയായിട്ട് അവിശ്വാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. വിശ്വാസം ഉള്ളിൽ ഫില്ല് ചെയ്യുവാനിടയാക്കണം. ഹല്ലേലൂയ. അവിശ്വാസത്തിന് ഒട്ടും ഗ്യാപ്പ് വിട്ടുകൊടുക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കാണുവാനിടയായിത്തീരും. As Apostle Paul wrote the book of Hebrews, he reminds us of of the heroes of faith who subdued kingdoms through their faith. Today, if you're going through difficulties, you should not leave any space in your heart for unbelief, but rather be valiant in faith. പൗലോസ് ഹല്ലേലൂയ പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാർ ചെയ്ത കാര്യങ്ങളെ പറ്റി പറയുകയാണ്. വിശ്വാസത്താൽ രാജ്യങ്ങളെ അടയ്ക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. വാഗ്ദത്തം അവർ പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടയ്ക്കുവാനിടയായി.
Paul reminds us of Old Testament heroes of faith who through faith subdued kingdoms, worked righteousness, stopped the mouths of lions, and quenched the violence of fire. നമ്മൾ നീതി നടത്തുന്നു എങ്കിൽ ദൈവിക വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനിടയായി തീരും. If you stand in God's righteousness, then the Lord's promises will be present in your life. ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് എന്നോടും നിങ്ങളോടും ദൈവം എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തിട്ട് ഇതുവരെ നിവർത്തിക്കാതിരിപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ പാദപീഠം മുഴങ്കാലം മുടക്കി പ്രാർത്ഥിച്ച് അടുത്ത മാസം പുതിയ മാസത്തിൽ ദൈവം ചില വാഗ്ദത്തം ജീവിതത്തിൽ നിറവേറുവാനിടയായി തീരും. എത്ര പേര് വിശ്വസിക്കുന്നു? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. If there are any unfulfilled promises in your life, then pray to God in faith and you will see miracles and the fulfillment of those promises in the coming months. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളോട് ചെയ്ത വാഗ്ദത്തങ്ങൾ ദൈവം നിറവേറ്റിയ ദൈവമാണ്. അതിൽ നിന്ന് പുറകോട്ട് പോയില്ല. ഏത് തടസ്സങ്ങളോ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ കടന്നു വന്നാലും ദൈവം തൻ്റെ വാഗ്ദത്തത്തിൽ നിന്ന് പുറകോട്ട് പോകത്തില്ല. അവൻ മുന്നോട്ട് കടന്നുപോയി ആ തടസ്സങ്ങളെയും പ്രതികൂലങ്ങളെയും വകഞ്ഞ് രണ്ടാക്കി ഇസ്രായേൽ മക്കളെ അക്കരെ കനാൻ നാട്ടിലെത്തിക്കുവാനിടയാക്കി തീർത്തു. The Lord executed every single one of the promises that He had made to the children of Israel. Even though the path before you might seem filled with insurmountable difficulties, the Lord is still capable of cleaving away through those difficulties and executing the promises that He has given to you, just as He did for the children of Israel. അവിടെ എഴുതിയിരിക്കുന്നു വാഗ്ദത്തം പ്രാപിച്ചെന്നല്ല, വാഗ്ദത്തം നമുക്കുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം അത് പ്രാപിക്കുവാനിടയായി തന്നെ. എങ്ങനെ? അത് വിശ്വാസത്താൽ. വിശ്വാസത്തിന്റെ ഓരോ സ്റ്റെപ്പുകളും വെക്കുമ്പോൾ ഹല്ലേലൂയ വാഗ്ദത്തം നമ്മളിലേക്ക് അടുത്തേക്ക് കടന്നു വരുവാനിടയായി തീരും. വാഗ്ദത്തത്തിലേക്ക് നമ്മൾ നടന്നു നീങ്ങുന്നുവെങ്കിൽ ആ വാഗ്ദത്തം നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി തീരും. Here we read that these Old Testament heroes of faith obtained promises, and therefore it remains to us that we should obtain these promises by praying through faith. We should move forward to these promises so that the Lord will fulfill them for us. അടുത്ത വായിക്കുന്ന സിംഹത്തിന്റെ വായ അടച്ചു. ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ കുഴിയിട്ടപ്പോൾ ഹല്ലേലൂയ ഒന്നാമത് ദൈവം ഇറങ്ങി ആ സിംഹത്തിന്റെ വായ അടയ്ക്കുവാനിടയായി. ഇന്ന് പൽക്കാലം നമ്മുടെ മുൻപിൽ നമുക്കെതിരെ ഗർജിക്കുവാൻ, നമ്മളെ വിഴുങ്ങുവാൻ, കടിച്ചു കയറുവാൻ നിൽക്കുന്ന അനേക സിംഹങ്ങളുണ്ടെങ്കിലും ദൈവമായ കർത്താവ് ഇന്ന് പൽക്കാലം പറയുന്നു ദൈവം ഒന്നാമത് കടന്നു ചെന്ന് ആ സിംഹത്തിന്റെ വായ അടയ്ക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. Here we read in the next line that Daniel stopped the mouths of lions through faith. There might be situations where seemingly difficult people are there to consume you as if they are lions. But if you are with the Lord, then the Lord will stop them. അടുത്ത 34 വാക്യം എഴുതിയിരിക്കുന്നത് തീയുടെ ബലത്തെ കെടുത്തി. ഇന്ന് പലകാലം തീക്കൊരു ബലമുണ്ട്. ഹല്ലേലൂയ. ചന്ദ്രക്ക് മേശയ്ക്ക് 50 രൂപ ഇട്ടപ്പോഴെന്താ സംഭവിച്ചറിയാമോ? തീയുടെ ബലത്തെ ദൈവമായ കർത്താവ് ഇറങ്ങി വന്നിട്ട് കെടുത്തുവാനിടയായി. അതവർക്ക് ആനന്ദവും സന്തോഷം പ്രാപിപ്പാനിടയായി. ഇന്ന് പലകാലം ആരെങ്കിലും കഷ്ടത്തിലൂടെ പ്രയാസത്തിലൂടെ പോകുന്നുവെങ്കിൽ ആ കഷ്ടതയുടെ വേദനയുടെ ബലത്തെ ദൈവം കെടുത്തിയിട്ട് അത് നിങ്ങൾക്ക് ആനന്ദവും സന്തോഷമാക്കി തീർക്കും. എത്ര പേര് ദൈവത്തെ വിശ്വസിക്കുന്നത്? കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. ഈ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായെന്ന് പറയത്തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. അടഞ്ഞു കിടക്കുന്ന ചില വാതിൽ ദൈവം തുറന്ന് അതിലൂടെ ദൈവമായ കർത്താവ് എന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീരും. In verse 34 we read, quench the violence of fire, and this refers to Shadrach, Meshach and Abednego who went through fire, but the Lord delivered them. And if we are going through such things, then the Lord is capable of delivering you. തീയുടെ ബലമുണ്ടായതുകൊണ്ടാണ് പലതും ദഹിച്ചു പോകുന്നത്, പലതും വേകുന്നത് തീയുടെ ബലമുണ്ടായിട്ടാണ്. തീക്ക് ആ ബലമില്ല എങ്കിൽ ഹല്ലേലൂയ വെറുതെ തീ കാണാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. ആര് തൊട്ടാലും അത് കൊള്ളത്തില്ല. ഇന്ന് പലകാലം ദൈവമക്കൾക്ക്, ദൈവസ്ഥലിൽ നിൽക്കുന്നവർക്ക്, വിശ്വാസമുള്ളവർക്ക് പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ എനിക്ക് നിങ്ങൾക്ക് കടന്നു വരാം. എന്നാൽ ദൈവം കൂടെ ഇരുന്ന് അതിൻ്റെ ബലത്തെ കെടുത്തി ആ എത്തേണ്ട സ്ഥാനങ്ങൾ വാഗ്ദത്തം പ്രാപിക്കത്തോളം ദൈവമക്കളോട് കൂടെ ഇരുന്ന് അക്കരെ നാട്ടിലെത്തിക്കുവാനിടയായി തീരും. Fire has a certain violence associated with it, but if the Lord is with us, then He is capable of quenching the violence of fire. And when we go through such problems and issues, the Lord will give us the strength to quench the violence of the fire and keep us safe until we reach the other side. വായിച്ച സംഗീതത്തിലേക്ക് മടങ്ങി വരാം. അവിടെ വായിക്കുവാനിടയായി തീർന്നത് തീ അവന് മുൻപായി പോകുന്നു, ചുറ്റുമുള്ള വൈരികളെ ദഹിപ്പിക്കുവാനിടയായി തീരും. Let us return to the psalm that we've just read. We read, a fire goes before him and burns up his
enemies round ഈ about. ദിവസങ്ങൾ നമ്മൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമുക്ക് മുൻപായി കടന്നു എന്ന് നമുക്ക് ഹല്ലേലൂയ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് മുന്നായി കടന്നുപോയി തീ അതിനെ ദഹിപ്പിച്ച് അനുകൂലമായ ഘടകങ്ങളെ ഒരുക്കി വെച്ച് ദൈവം ആ സ്ഥാനത്ത് ദൈവം നമ്മളെ ആക്കുവാനിടയായി തീരും. If you will go to the Lord in faith today, then His fire will go before you and will execute things that you yourselves are not capable of doing. ഏഴാമത്തെ വാക്യത്തിൽ വായിക്കുന്ന വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളെ പ്രശംസിക്കുകയും ചെയ്യുന്നവര് ലജ്ജിച്ചു പോകുവാനിടയായി തീരും. In verse 7 we read, "Let all be put to shame who serve carved images, who boast of idols." പ്രൈസ് ദി ലോർഡ്. നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുവാനിടയായി തീർന്നതാണ്. ഹല്ലേലൂയ. ചന്ദ്രക്ക് മേശാപതിരും എന്നറിയാമോ? രാജാവ് നിർത്തുന്ന വിഗ്രഹത്തെ ആരാധിച്ചില്ല. നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെ ആയിരിക്കണം. ഹല്ലേലൂയ. മനുഷ്യൻ്റെ കൈവേലയായിട്ടുണ്ടാക്കിയ വിഗ്രഹങ്ങളെയല്ല നമ്മൾ സേവിക്കേണ്ടത്, ആരാധിക്കേണ്ടത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനിടയായി തീരണം. We read in the incident of Shadrach, Meshach and Abednego that they refused to serve carved idols. If we worship the true God and refuse to worship idols and other things, then the Lord will execute His promises in our lives. അവിടെ വായിക്കുന്ന സകല ദേവന്മാരെ നമസ്കരിക്കുന്നവര് ലജ്ജിച്ചു പോകുവാനിടയായി തീരും. Here we read that those who served carved images and other gods will be put to shame. ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യേണ്ടത് ജീവനുള്ള ദൈവത്തെ നമസ്കരിപ്പാനിടയായി തീരണം, അവനെ ആരാധിക്കുവാനിടയായി തീരണം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരും. We must serve the living God and only the living God, and if we do that, then it will be a cause of blessing to us. അതിന്റെ 11-12 വാക്യങ്ങൾ വായിക്കാം. Let's go to verses 11 and 12 of that psalm, please. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പിൻ, അവന്റെ വിശുദ്ധനാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. Light is sown for the righteous, and gladness for the upright in heart. Rejoice in the Lord, you righteous, and give thanks at the remembrance of His holy name. ദുഷ്ടന്മാർക്ക് പ്രകാശം ഉദിക്കുമെന്നല്ല എഴുതിയിരിക്കുന്നത്, നീതിമാന്മാർക്ക് പ്രകാശം ഉദിക്കുവാനിടയായി തീരും. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, ദൈവമാക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ നിങ്ങൾ നീതിമാനായി തീർന്നാൽ നമുക്ക് വേണ്ടി ഉദയസൂര്യനായ കർത്താവ് ഉദിച്ച് ആ പ്രകാശം നൽകുവാനിടയായി തീരും. ഇന്നലെ സാറ്റർഡേ വൈകിട്ട് നമ്മൾ പ്രകാശത്തെപ്പറ്റി കേൾക്കുവാനിടയായി തീർന്നു. പ്രകാശം നമ്മളെ ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്യുവാനിടയായി തീരും. Here we read that light is sown for the righteous and not light is sown for the wicked. So if we stand for righteousness wherever we are, then our Lord, who is the morning star, will rise for us and be with us. ഇവിടെ കാണുന്നത് ഹൃദയ പരമാർത്ഥമുള്ളവര് സന്തോഷം ഉദിക്കുവാനിടയായി തീരും. നമ്മുടെ ഹൃദയ പരമാർത്ഥതയോടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും മറ്റുള്ള ഇടയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനിടയായി തീരും. In the next line we read, gladness is for the upright in heart. If we stand with a heart that is upright and pure, then the Lord will execute His righteousness in us. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിപ്പീൻ. And the psalmist says once again, rejoice in the Lord, you righteous. അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യും. ഞായറാഴ്ച കടന്നു വന്നത് ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാനാണ്. അല്പമിനിറ്റുകൾ തലകളെ വണക്കി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ആരും മൗനമായിരിക്കാതെ വിശുദ്ധ ആരാധനയിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിന് വന്നുള്ള കേൾക്കുവാനിടയായി തീർന്നത് തീ അവന് മുൻപായി കടന്നുപോയി. ഹല്ലേലൂയ, സ്തോത്രം. ദഹിപ്പിക്കേണ്ടതിനെ ദഹിപ്പിക്കുവാനിടയായി തീരും. ചില മിനിറ്റുകൾ ആദരങ്ങളെ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഒരു പുതിയ മാസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മുൻപായി തീ കടന്നുപോയി. നമ്മൾ ചെയ്യെടുക്കാൻ പറ്റാത്ത ചില മണ്ഡലങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുവാനിടയായി തീരും. അല്ലെ, തീയുടെ ബലത്തെ കെടുത്തേണ്ട സ്ഥലങ്ങളിൽ ദൈവത്തെ കെടുത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, ദൈവദാസന്മാർ ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോം അല്ലെ തീച്ചൂളയിൽ വീണെങ്കിലും അതവർക്ക് അനുഗ്രഹമായി. ആ ദേശം മുഴുവൻ യേശുവിനെ അറിയുവാനും ദൈവത്തെ അറിയുവാനും ഇടയായി തീർന്നു. രാജാവ് ഹല്ലേലൂയ ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോം വിളിച്ചിട്ട് പറയുകയാണ്, ഇവരാരാധിക്കുകയും ഇവർ സ്തുതിക്കുകയും ചെയ്യുന്ന ദൈവമുണ്ടല്ലോ, അതാണ് സർവശക്തനായ ദൈവം. ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവത്തിനെ പറ്റിയുള്ള ഹല്ലേലൂയ വിശ്വാസം വർദ്ധിക്കുന്നുവെങ്കിൽ, അവനോടൊപ്പം നിൽക്കുന്നുവെങ്കിൽ, നമ്മൾ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുള്ളവർ, ബന്ധക്കാർ, ചർച്ചക്കാർ, നമ്മുടെ ദേശത്തുള്ളവർ, അവർ ദിവസത്തിലേക്ക് കൂടി വരുവാനിടയായി തീരും. ചില മിനിറ്റുകൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ ജയം, അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. നമുക്ക് തലയോട് മടക്കി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. തീ ഞങ്ങൾക്ക് മുൻപായി കടന്നുപോയി ഞങ്ങളുടെ വൈരികളെ ദഹിപ്പിക്കുവാനിടയായി തീരുമല്ലോ. അടുത്ത ദിവസങ്ങളിൽ കർത്താവേ, ഞങ്ങൾക്ക് മുൻപിൽ അഭിമുഖീകരിക്കേണ്ട ഓരോ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഞാൻ മുമ്പിലുണ്ടല്ലോ, അതൊക്കെ ദഹിപ്പിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് മുൻപായി കടന്നുപോയി. തീ കൊണ്ട് ദഹിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സൂര്യമായ ക്രിസ്തു നയിപ്പാൻ നിങ്ങളെ സഹായിക്കണം. ഒരിക്കൽ നന്മയ്ക്കായി സ്തോത്രം, കേട്ട ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി
ഹല്ലേലൂയ ഇത് കാണുവാൻ സഹായിച്ചാട്ട്. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ്റെ ധന്യമുള്ള നാമം തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും.